ഞാൻ ഇത്രയും പറയാൻ കാരണം വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ആ എക്സ് കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അതിലുപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എത്രമാത്രം തരംതാണ വിധത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കണക്ക് പുറത്തുവിടണം. ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? പാർട്ടിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റുമോ? പാർട്ടി കമ്മിറ്റി 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ. കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. പക്ഷെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും. ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ്. പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണയുണ്ടാവും എന്താണ് കണക്ക് എന്നുള്ളത് പാർട്ടി അംഗങ്ങൾക്കറിയും. അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവി യോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നു. ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും, പാർട്ടിയുടെ അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുണ്ടാവും, പാർട്ടി അനുഭാവികളുണ്ടാവും, പാർട്ടിയുമായി ബന്ധമുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന, അവരുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഞങ്ങളതിൽ ക്ഷണിക്കും. ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. മതിയല്ലോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളെയല്ല, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഓരോ ചാനലുകളെയാണ്. ആ ചാനലുകളുടെ മുമ്പാകെ ഇപ്പോ ഈ കണക്ക് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. നേരത്തെ ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി MP ജയരാജനും വാർത്താക്കുറിപ്പിൽ പറയുന്നത് ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് നീക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ ആരും അപഹരിച്ചിട്ടില്ല. ബന്ധുക്കൾക്ക് ഫണ്ട് നൽകിയതും വീട് നിർമ്മിച്ചതും കേസിന് വേണ്ടി ചെലവഴിച്ചതും ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് നീക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളല്ല, ബഹുജനങ്ങളാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വൊക്കാബുലറിയിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന ബഹുജനങ്ങളാണ്. അല്ലാതെ പൊതുജനങ്ങൾ എന്നല്ല വാക്ക്, ബഹുജനങ്ങളാണ്. അത് അറിയാം, രണ്ടും രണ്ടാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെ? അപ്പം ഇപ്പം വാർത്താ സമ്മേളനം വിളിച്ച് സംസാരിക്കേണ്ട ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിലേക്ക് വാർത്ത പോകാനല്ലല്ലോ, ജനങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ സെക്രട്ടറി പറയുന്നു നിങ്ങളുടെ പൊതുജനങ്ങളുടെ ഭാഗമല്ല, പൊതുജനങ്ങളിലേക്ക് അതിന്റെ ഭാഗമല്ല, അതിന്റെ നിങ്ങൾ കുറ്റം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതെങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? രണ്ടും അല്ല, അതില് ജനങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ ജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് നിങ്ങൾ എന്ന് അർത്ഥമില്ലല്ലോ. നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റിനെയാണ്. പക്ഷെ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ വ്യൂ ആണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ വ്യൂ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഏഷ്യാനെറ്റിന് മുമ്പാകെ കണക്ക് അവതരിപ്പിക്കാൻ താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. യോഗം വിളിച്ചാൽ അതിൽ CPM അംഗങ്ങൾ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുക. ഈ കണക്കുമായി ബന്ധപ്പെട്ട അവർക്ക് അല്ലെങ്കിൽ സംശയങ്ങളുള്ള കോൺഗ്രസ്സുകാരും BJP-ക്കാരനൊക്കെ ഉണ്ടാവും. അവരിത് അറിയണമെന്നുണ്ടാവും. കോൺഗ്രസ്സുകാരനെ ഞങ്ങൾ എന്തിനാ ബോധ്യപ്പെടുന്നത്? ഓനാരോ എന്തിന്? ഞങ്ങൾ അവരുടെ പൈസ പിരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരുടെ പൈസ പിരിച്ചിട്ടില്ല. ധനരാജിന്റെ ദൃക്സാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളല്ല, ബഹുജനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത്, മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നാണ്.
പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ കുടുംബ സംഗമങ്ങൾ ചെയ്തു. ആ കുടുംബ സംഗമങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങൾ പങ്കെടുക്കും. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കും. ബഹുജനങ്ങൾക്ക് ഇതിനകത്ത് സംശയമുണ്ട് എന്നുള്ള പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്നല്ലല്ലോ അതിന്റെ അർത്ഥം. പിന്നെ